ക്കും 1000 നന്ദി. എൻ്റെ പേര് ലിഷ ജോസൻ. ഇതെൻ്റെ പപ്പ. ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് എൻ്റെ മമ്മിയാണ്. അത് കഴിഞ്ഞ് പപ്പയും. ഇവർ രണ്ടുപേരും ഉടമ്പടിയിലാണ് ഞാൻ നിന്നിരുന്നേച്ചത്. അപ്പോൾ +2 കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ പോകാൻ ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. എൻ്റെ ചേട്ടൻ ഓസ്ട്രേലിയയിലായതുകൊണ്ട് തന്നെ ഞാൻ ചേട്ടൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏജൻസിയിൽ എൻ്റെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാനൊക്കെ പറ്റി. അത് കഴിഞ്ഞ് എൻ്റെ പ്രോസസ്സൊക്കെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഞാൻ വെച്ചത്. ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷനൊക്കെ കിട്ടി. അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഫീസ് അടക്കാറായപ്പോഴേക്കും ഏജൻസി എന്നോട് പറഞ്ഞ് ഇപ്പം അടക്കണ്ട, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളൊരു ഒക്ടോബർ വരെയൊക്കെ വെയിറ്റ് ചെയ്തു. ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലാണ്ടായപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റിയിൽ ഇനി നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം ഒന്നല്ലെങ്കിൽ ലോൺ, അതല്ലെങ്കിൽ 6 മന്ത് മെച്യൂർഡ് ഫണ്ട് കാണിക്കാൻ പറഞ്ഞു. ലോൺ എടുക്കാൻ നമുക്ക് പ്രോപ്പർട്ടി ഇല്ല, കാരണം ചേട്ടന് ഓൾറെഡി ഉള്ളതുകൊണ്ട് ലോൺ എടുക്കാൻ പറ്റില്ല. 6 മന്ത് മെച്യൂർഡ് ഫണ്ട് ഇനിയിപ്പോൾ കാണിക്കാനും പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു വേറൊരു യൂണിവേഴ്സിറ്റിയിലോട്ട് വെക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നോട് 99.9% എന്നോട് ഉറപ്പ് പറഞ്ഞു, നീ യൂണിവേഴ്സിറ്റി മാറ്റി, അവിടെ ഞങ്ങൾ എന്തായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു. അപ്പോൾ എന്നോട് പപ്പയും മമ്മിയും പറഞ്ഞു നീ എന്തായാലും പോകാൻ പോണേല്ലേ, അപ്പം നീയായിട്ട് തന്നെ ഒരു ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ 8 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്ററൊക്കെ വന്നു. അവിടെയും ഫീസ് അടക്കാറായപ്പോൾ തലേ ദിവസം അവിടുത്തെ റൂള് മാറി, അവിടെയും ലോൺ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ബൈബിൾ എടുക്കും. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ബൈബിൾ എടുക്കുമ്പോൾ എനിക്ക് കിട്ടണ വചനം, തിടുക്കം കൂട്ടണ്ട, വേഗത്തിൽ ഓടുകയും വേണ്ട, നിൻ്റെ കർത്താവ് നിൻ്റെ മുൻപിൽ നടക്കും, ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കും നിൻ്റെ പിൻകാവൽക്കാരൻ. അപ്പോൾ എനിക്ക് ഈ വചനം കിട്ടുമ്പോൾ ഞാൻ മമ്മീനോട് ചോദിക്കും, മമ്മി എന്താണ് എന്നോട് ഇങ്ങനെ പറയണത്? മമ്മി പറയും നിനക്ക് ചിലപ്പോൾ എന്തെങ്കിലും പദ്ധതി ദൈവത്തിനുണ്ടാവും. അങ്ങനെ ഏജൻസിയിലോട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ലിഷയുടെ ഫയൽ ഞങ്ങൾ ക്ലോസ് ചെയ്യാണ്, ലിഷയ്ക്ക് ഇനി ഓസ്ട്രേലിയക്ക് പോകാൻ പറ്റില്ല, സോറി എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സങ്കടമായി, കാരണം എനിക്ക് 1 ഇയർ ഗ്യാപ്പ് വന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നിൽക്കാനാണെങ്കിൽ എൻട്രൻസ് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ ബ്രദർ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഏജൻസീനെ കോണ്ടാക്ട് നമ്പർ തന്നു. അപ്പോൾ അവരെൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഈ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എൻ്റെ പ്രോസസ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി. അവരെനിക്ക് വേറെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനൊക്കെ എടുത്തു തന്നു. എന്നിട്ട് ലാസ്റ്റ് ആയപ്പോൾ അവിടെയും റൂള് മാറി, അവിടെയും ലോൺ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ആകെ ഞാൻ 3 യൂണിവേഴ്സിറ്റിയിൽ വെച്ചു. 3 യൂണിവേഴ്സിറ്റിയിലും എൻ്റെ ഫീസ് അടക്കണ സമയമായപ്പോൾ ഈ റൂള് മാറിയപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ എന്നെ എത്ര പരീക്ഷിച്ചാലും നിൻ്റെ പാതയിൽ നിന്നൊരിക്കലും ഞാൻ മാറൂല. ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്യും. പള്ളിയിലൊക്കെ ഞാൻ മുടങ്ങാണ്ട് തന്നെ പോകും. എന്നെ പരീക്ഷിച്ചാലും ഞാൻ എത്ര പരീക്ഷിച്ചാലും ഞാൻ മാറൂലെന്ന് തന്നെ ഞാൻ മാതാവിന് വാക്ക് കൊടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥനയൊക്കെ മുന്നോട്ട് പോയി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ തടസ്സം വന്നപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങൾ പ്രാർത്ഥിക്ക്, നിങ്ങൾക്കൊക്കെ ശരിയാവും എന്ന് പറയുമ്പോൾ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, നീ എല്ലാവരോടും പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു, എന്നിട്ട് നീ ഇത്ര പ്രാർത്ഥിച്ചിട്ട് നിൻ്റെ എന്തുകൊണ്ടാണ് ശരിയാവാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് ശരിക്കും സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ നീ ഇത് കേട്ടല്ല, എന്നെ അവർ പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ ഞാൻ ആകെ സങ്കടപ്പെട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ മമ്മി ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ സങ്കടപ്പെട്ട് അവിടെ കിടക്കുമായിരുന്നു. ഇത് കണ്ട് മമ്മി അപ്പുറത്ത് കിടക്കുകയാണ്. മമ്മി എന്നിട്ട് കണ്ണടച്ചപ്പോഴേക്കും മമ്മി കാണുകയാണ് ഒരു സുന്ദരിയായ പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്, മാതാവിൻ്റെ രൂപത്തിലുള്ള ഒരു പെൺകുട്ടി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കണതായിട്ട് എൻ്റെ മമ്മി ഒരു സ്വപ്നം കണ്ട്. എൻ്റെ മമ്മി എന്നോട് വന്നിട്ട് പറഞ്ഞു, എടി ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ട്, നിൻ്റെ അടുത്ത് ഒരാൾ വന്ന് നിൽക്കണതായിട്ട് സ്വപ്നം കണ്ടു, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക, എൻട്രൻസൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുമില്ല. പപ്പ പറഞ്ഞു നിൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ, നീ പ്രിപ്പയർ ചെയ്യ്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അഡ്മിഷൻ എടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയാണ്. പപ്പയും മമ്മിക്കും ആഗ്രഹം എന്നെ പുറത്തോട്ട് വിടണം എന്ന് തന്നെയാണ്. അങ്ങനെ ഇവർ തന്നെ വേറെ ഏജൻസീനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ഏജൻസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ യൂറോപ്പ് എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ദിവസം ഏജൻസിയിലോട്ട് വാ, നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കാരണം 3 യൂണിവേഴ്സിറ്റിയിലും വെച്ച് ആകെ ഇല്ലാണ്ടായിരിക്കുന്ന സമയത്ത് ഇനി എനിക്ക് പോകണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല.
അപ്പോൾ പപ്പയുടെയും മമ്മിയുടെയും നിർബന്ധപ്രകാരം ഞാൻ ആ ഏജൻസിയിൽ പോയി. ഏജൻസിയിൽ പോയപ്പോൾ ഞാൻ ഏജൻസിയിൽ ചെന്നപ്പോൾ തന്നെ അവിടെ ഞാൻ കുറേ മാതാവിൻ്റെ രൂപങ്ങളാണ് ആദ്യം കാണുന്നത്. അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഇൻ യുവർ മെറിറ്റ് ബട്ട് ഇൻ ഗ്രേസ്. അപ്പോൾ ദൈവകൃപയാൽ ഇത് നിനക്ക് നടക്കും എന്ന് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചേക്കുകയാണ്. അപ്പോൾ എൻ്റെ പപ്പ എന്നെ കാണിച്ചു തന്ന്. അത് കഴിഞ്ഞ് ഏജൻസിയിൽ യൂറോപ്പിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി ചെന്ന് അങ്ങനെ യൂറോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ കൗൺസിലേഴ്സ് മാറി മാറി വന്ന് പറഞ്ഞൊക്കെ തന്ന്. അപ്പം മാതാവിൻ്റെ ഒരു രൂപവും അവിടെ ഇരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് USA എന്ന് പറഞ്ഞൊരു ബോർഡും ഞാൻ കണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആരോ പറയാണ്, നീ USA കുറിച്ച് ചോദിക്കുക. അപ്പോൾ USA എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ സ്വപ്നമായ രാജ്യമാണ്. എനിക്ക് അമേരിക്കയിൽ പഠിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ നമ്മളെ കൊണ്ടത് പറ്റില്ല എന്നുള്ള വിചാരത്തിൽ ഞാൻ പിന്നെ വിചാരിച്ചു അതിനെക്കുറിച്ചൊക്കെ ചോദിക്കണം എന്തിനാണ്. പിന്നെ ഞാൻ അങ്ങനെ എന്നോട് എന്നെ സ്വരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെയും നീ ചോദിക്കുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ മാസ്റ്റേഴ്സിനെങ്കിലും അവിടെ പോകാം, പ്രോസസ്സ് നമുക്ക് അറിഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കൗൺസിലറിനോട് ചോദിച്ചു, എനിക്ക് USA കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു കൗൺസിലർ വന്നു. ചേച്ചി വന്നിട്ട് ഒരുപാട് USA കുറിച്ചൊക്കെ പറഞ്ഞൊക്കെ തന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ പോകണമെന്നുള്ള രീതിയിലല്ല ചോദിച്ചത്, ചുമ്മാ ചോദിച്ചതാണ്. പുറത്തോട്ട് ഇറങ്ങിയിട്ട് എനിക്ക് വലിയ ഇതൊന്നും ഇല്ല. അപ്പോൾ അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചേക്കാണ്, ഓ യു ഓഫ് ലിറ്റിൽ ഫെയ്ത്ത് വൈ ഡു യു ഡൗട്ട്, അല്പവിശ്വാസി നീ സംശയിക്കുന്നത് എന്തിന് എന്നും പറഞ്ഞൊരു ബോർഡ് ഞാൻ കണ്ട്. ഇതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്ത്. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയ പപ്പ എന്നോട് പറഞ്ഞ് USA ആയിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്, നിന്നെ ഞങ്ങൾ USA വിടും. ഞാൻ പറഞ്ഞു പിന്നെ ഇതെങ്ങനെ നടക്കാനാണ്, USA എങ്ങനെ നടക്കും, കാരണം ഇൻ്റർവ്യൂ ഒക്കെ ടഫാണ്, അതൊന്നും പാസ്സാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നടക്കൂല പപ്പയെന്ന് പറഞ്ഞാൽ പപ്പ പറഞ്ഞു, എന്തൊക്കെ തന്നെ ആയാലും ഞങ്ങൾ വെക്കുകയാണ്, മാതാവിൻ്റെ അനുഗ്രഹം നിനക്കുണ്ട്, മാതാവ് നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ USA പ്രോസസ്സൊക്കെ പപ്പയും മമ്മിയൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അവർ ഞങ്ങൾ കോഴ്സൊക്കെ സെലക്ട് ചെയ്തു, യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ അഡ്മിഷൻ എടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂ സമയമായി. ഇൻ്റർവ്യൂ എല്ലാവർക്കും അറിയാവുന്ന പോലെ USA ഇൻ്റർവ്യൂ പാസ്സാവുക എന്ന് പറഞ്ഞത് ഭയങ്കര ടഫാണ്. അപ്പോൾ ഞാൻ കേട്ടേക്കണത് ദൈവാനുഗ്രഹം, ദൈവം സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വന്ന് തൊടുന്നവർക്ക് മാത്രമേ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സാവാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരൊക്കെ അടിപൊളിയായിട്ടൊക്കെ പറയും. പക്ഷേ എനിക്ക് അതിനുള്ള ഒരു കാലിബർ ഇല്ല. അപ്പം ഞാൻ അങ്ങനെ രസമായിട്ടൊന്നും പറയൂല. അപ്പോൾ എന്നോട് ട്രെയിനിങ് ചെയ്തിരുന്ന വെച്ചാൽ ഒരു മാം പറഞ്ഞു, നിൻ്റെ വിസ റിജക്ഷൻ ആവും, അത് ഉറപ്പുള്ള കാര്യമാണ്, കാരണം നീ അവിടെ ചെന്ന് ഒന്നും പറയാൻ പോണില്ല, നിൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വിസ അപ്രൂവ് ആവുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. അങ്ങനെ അവർക്കൊക്കെ ഹൈദരാബാദൊക്കെ ഡേറ്റ് കിട്ടി, എനിക്ക് കിട്ടിയത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഹൈദരാബാദ് അവർക്കൊക്കെ ചെന്ന് അവരുടെയൊക്കെ വിസ അപ്രൂവ് ആവുമെന്ന് പറഞ്ഞവരുടെ വിസയൊക്കെ റിജക്ഷനായി. അപ്പം ഞാൻ വിചാരിച്ചു അപ്രൂവ് ആവുമെന്ന് പറഞ്ഞവരുടെ വിസ റിജക്ഷനായി, അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഡേറ്റൊക്കെ കിട്ടിയല്ലേ, പോയി അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു വചനം കിട്ടി, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ ഓക്കെ ന്യൂഡൽഹിയിൽ പോകാം എന്നൊക്കെ വിചാരിച്ചു. ഇപ്പം ന്യൂഡൽഹിയിൽ ഞങ്ങൾക്ക് പരിചയക്കാരും ഇല്ല. ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. മമ്മി പറഞ്ഞു അവിടെ ഒരു മമ്മിയുടെ ആൻറ്റിയുടെ ഒരു കസിനുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് വിളിച്ച് നോക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യമായിട്ടാണ് അവരെ വിളിക്കണത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഹോട്ടലിൽ റൂമൊന്നും ബുക്ക് ചെയ്യേണ്ട, ധൈര്യമായിട്ട് പോര്, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ ആൻറ്റിക്ക് കൃപാസന മാതാവിനെ കുറിച്ച് ആൻറ്റി കേട്ടിട്ടേ ഉള്ളൂ, ആൻറ്റി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ആൻറ്റീനോട് കൃപാസന മാതാവിനെ കുറിച്ചും അങ്ങനെ പ്രാർത്ഥനയിലൊക്കെ ആൻറ്റി ഞങ്ങളുടെ കൂടെയൊക്കെ നിന്ന് അങ്ങനെ ആൻറ്റിക്ക് കൃപാസനത്തിൽ വരണം എന്നുള്ള ഒരു ആഗ്രഹം ആൻറ്റിക്ക് പിന്നെ വന്ന്. അപ്പോൾ ആൻറ്റിയുടെ പേരക്കുട്ടിക്ക് വയറിനൊരു അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ പപ്പ അവിടെ ചെന്നപ്പോൾ ഉടമ്പടി കാശുരൂപം വെച്ച് തൈലമൊക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ പോനേൻ്റെ അന്ന് അവൻ്റെ അസുഖങ്ങളൊക്കെ മാറി. അപ്പോൾ ആൻറ്റിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇനി നാട്ടിൽ വരുമ്പോൾ എന്തായാലും ഞങ്ങൾ വന്ന് ഉടമ്പടി എടുക്കും എന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ ടൈമായി. ഇൻ്റർവ്യൂ സമയമായപ്പോഴേക്കും ഞാൻ കാണുന്നത് മുന്നിൽ നിൽക്കണ എല്ലാവരുടെ വിസ റിജക്ഷനാണ്. അപ്പം ഞാനും എൻ്റെ വിസ റിജക്ഷനാണ് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് ചെന്ന്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായി, എൻ്റെ ഹിതമല്ല നിറവേറേണ്ടത്, എൻ്റെ മുന്നോട്ടുള്ള ജീവിതം തീരുമാനിക്കേണ്ടത് അമ്മയാണ്. അപ്പം അമ്മയുടെ ഹിതം നിറവേറിയാൽ മതി. ഞാൻ പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ അമ്മ എനിക്കിത് തന്നെ, അവിടെ ചെന്ന് എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് അമ്മ ഇത് തരണ്ട, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, എല്ലാവർക്കും ഇൻ്റർവ്യൂ സമയത്ത് അമ്മ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്കും മാതാവിനെ കാണാനുള്ളൊരു അനുഗ്രഹം അമ്മ തരോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയതൊരു ലേഡീനെയാണ്. ഈ ലേഡി എന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ചിരിയായിരുന്നു. ചിരിച്ച് അവരെന്നോട് ഒരു ക്വസ്റ്റ്യൻ, അത് ഞാൻ പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല, ജസ്റ്റ് ഒരു വീട്ട് വിശേഷം ചോദിക്കണ പോലെയാണ് അവരെന്നോട് 2-3 പാരൻസ് എന്ത് ചെയ്യുന്നു, ചേട്ടൻ എന്ത് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവരെന്നോട് പറയാണ് യുവർ വിസ ഈസ് അപ്രൂവ്ഡ്. അപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ട് തന്നെ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അവർ 2 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ തന്നെ വിസ അപ്രൂവ് ആക്കി. ഞാൻ തിരിച്ചു വന്നത് എൻ്റെ സ്വപ്നത്തിൽ നടക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ പണ്ട് മമ്മീനോട് പറയുമായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് USA. ഞാൻ ഓസ്ട്രേലിയക്കാണ് നോക്കണമെങ്കിലും മമ്മി ഞാൻ USA പോകും കേട്ടോ എന്ന് ചുമ്മാ തമാശക്ക് പറയും. പക്ഷെ അത് മാതാവിൻ്റെ ഹിതം അനുസരിച്ച്, മാതാവിൻ്റെ പദ്ധതി അനുസരിച്ച് മാതാവ് എനിക്ക് USA തന്നു. ഈ ഓഗസ്റ്റ് 4 ഞാൻ US പോകുവാണ്. അതും എൻ്റെ ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്തിട്ടാണ് ഞാൻ പോണത്. അങ്ങനൊരു മാതാവ് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. മാതാവിന് നന്ദി. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ കിട്ടൂല പ്രോപ്പർട്ടി ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഒരു പേഴ്സണൽ ലോൺ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പേഴ്സണൽ ലോൺ വെക്കണ സമയത്ത് നമുക്ക് ഒന്നല്ലെങ്കിൽ അതും പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് സാങ്ഷൻ്റെ തലേദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടർ ഒപ്പിടണം, അതല്ലെങ്കിൽ പ്രോപ്പർട്ടി വെക്കണം എന്ന് പറഞ്ഞു. നമുക്കിത് രണ്ടും ചെയ്യാനുള്ള സാഹചര്യമില്ല. അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ആ അങ്കിൾ വഴിയാണ് ഞങ്ങൾ ലോണിലോട്ട് പോയത്. അങ്കിൾ പറഞ്ഞു, ഗ്യാരണ്ടറായിട്ട് ഞാൻ ഒപ്പിടാം, അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേരിൽ, കൊച്ചിൻ്റെ പേരിൽ 5 സെൻറ്റ് സ്ഥലം അങ്കിൾ തരും, ഫ്രീ ആയിട്ട് തന്നേക്കാം. ആ 5 സെൻറ്റ് സ്ഥലത്തിൽ എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കാൻ അങ്കിൾ മാനേജറിനെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ അങ്കിൾ 5 സെൻറ്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്ന് അതിൻ്റെ പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ലോണിൻ്റെ. അപ്പോൾ അതും മാതാവ് തന്ന അനുഗ്രഹമാണ്. കാരണം ഇത് ദൈവം തന്നെ നേരിട്ട് വന്ന് അങ്കളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ആരും അങ്ങനെ 5 സെൻറ്റ് സ്ഥലമൊന്നും പേരിൽ എഴുതി തരാമെന്നൊന്നും പറയില്ല. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. മൂന്നാമതൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ കാര്യമാണ്. എൻ്റെ മമ്മി 5-6 വർഷമായിട്ട് ഇറ്റലി പോകണമെന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 5-6 ഏജൻസികളിൽ വെച്ചു. എല്ലാ ഏജൻസിയിലും വെച്ച് ഹൈദരാബാദ്, ചെന്നൈ, കൊച്ചി എല്ലായിടത്തും വെച്ചു. എല്ലായിടത്തും റിജക്ഷൻ ആയിരുന്നു. അങ്ങനെ ഒരു കസിൻ വഴി ഈ കഴിഞ്ഞ ഇടക്ക് മമ്മീനോട് പറഞ്ഞു, ഇങ്ങനെ 5 ലക്ഷം പേർക്ക് ഒരു വിസ വെക്കണുണ്ട്, ഈ 5 ലക്ഷം കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, എങ്കിലും നീ ചുമ്മാ വെച്ച് നോക്കുമെന്ന് പറഞ്ഞു. മമ്മി അങ്ങനെ വെച്ചു. അങ്ങനെ ലാസ്റ്റ് ടൈമിലാണ് മമ്മി വെക്കണത്. അപ്പോൾ ഈ ഇടക്കാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് പേര് എടുത്തത് എൻ്റെ മമ്മിയുടെ പേരാണ്. അങ്ങനെ മമ്മി ഇപ്പോൾ ഇറ്റലിയിൽ റോമിലാണ്. കഴിഞ്ഞ മെയ് 8 മമ്മി പോയത്. പിന്നെ നാലാമതൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പയുടെ ഒരു രോഗസൗഖ്യമാണ്. പപ്പക്ക് അലർജി, ഡൽഹിയിൽ ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ പപ്പ ഈ ചൂട് സഹിച്ച് നിന്നപ്പോഴേക്കും തിരിച്ചു വന്നപ്പോഴേക്കും പപ്പയുടെ മേലാകെ പൊന്തി നിറച്ച് കുരുക്കളൊക്കെ വന്നു. അങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ മമ്മീനോട് പറഞ്ഞു, മമ്മി പപ്പക്ക് ഭയങ്കര അലർജി ആണല്ലോ. മമ്മിയും ഞാനും അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പപ്പയുടെ മേലിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീച്ച് നോക്കിയപ്പോൾ എൻ്റെ പപ്പയുടെ മേത്ത് ഒരു പാട് പോലും ഇല്ലാതെ ആ കുരു കംപ്ലീറ്റ് മാറി. അതായത് അങ്ങനെ ഒരു കുരു വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ പപ്പയുടെ മേലാകെ. പിന്നെ അഞ്ചാമതൊരു സാക്ഷ്യം തന്നെ എൻ്റെ ചേട്ടൻ്റെ കാര്യമാണ്. ചേട്ടൻ കൊറോണ സമയത്ത് ചേട്ടൻ ഓസ്ട്രേലിയക്കാണ് പോയത്. അവിടെ ക്വാറന്റൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ ചെന്നിറങ്ങിയ ആ സമയത്ത് അവിടുത്തെ സർക്കാരുടെ റൂള് വന്നു, ഇനി ക്വാറന്റൈൻ ഒന്നും നിൽക്കണ്ട. പിന്നെ ആണെങ്കിലും ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ചേട്ടന് ഒരു ദൈവദൂതൻ വന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തെന്ന് പറയാം. വളരെ ചെറിയൊരു എമൗണ്ടിലാണ് ചേട്ടന് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ കിട്ടി. ചേട്ടനും പഠിത്തങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ ഈ പള്ളിയിലൊക്കെ ആളുകൾ കൊണ്ടുവന്ന ഒരു കെട്ട് പത്രമൊക്കെ വെറുതെ വെച്ചിട്ട് പോകും. അപ്പം ഞാൻ ഈ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഈ കെട്ട് പത്രം എടുത്തിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കും. എല്ലാവർക്കും ഞാൻ കൊടുക്കൂല. ഞാൻ മാതാവിനോട് പറയും, മാതാവേ എൻ്റെ മുമ്പിൽ ആവശ്യം
ആവശ്യക്കാർ വരുമ്പോൾ മാത്രമേ ഞാനിത് കൊടുക്കുകയുള്ളൂ, അല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ആവശ്യമുള്ളവരെ മാതാവ് എന്നെ കാണിച്ചു തന്നെന്നറിയും. അങ്ങനെ മാതാവ് കാണിച്ചു തന്നവർക്ക് മാത്രമേ ഞാൻ പത്രങ്ങൾ കൊടുക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ആണെങ്കിലും അവരെന്ത് ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞാലും ഞാൻ അവരോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കും, ഞാനും പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. പിന്നെ ഇവിടെ നിന്ന് കാശ് രൂപമൊക്കെ വാങ്ങിയിട്ട് ഞാൻ അവരുടെ കൈ കൊടുത്തിട്ട് പരീക്ഷാ സമയത്തൊക്കെ ഞാൻ കൊടുക്കും. ഞാൻ പറയും, നിങ്ങൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ എല്ലാം സക്സസ് ആവുമെന്ന് പറയും. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് ചെയ്യണത്. ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ വഴിയിൽ കിടക്കുന്നവർക്കൊക്കെ ഞങ്ങൾ ചോറ് മമ്മി കെട്ടി ഞങ്ങളെല്ലാവരും കൂടെ കൊടുക്കും. ഹോസ്പിറ്റൽ രോഗികളെയൊക്കെ സന്ദർശിക്കാറുണ്ട്, ഓൾഡ് ഏജ് ഹോമിലൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ. ഇനിയും എൻ്റെ മുന്നോട്ടുള്ള ജീവിതം എൻ്റെ മാതാവിന് ഞാൻ സമർപ്പിക്കും. എൻ്റെ മാതാവ് എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒഴുക്കും. കാരണം US പോകാമെന്ന് പറഞ്ഞാൽ പേടിയായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ എടുത്തപ്പോൾ മാതാവ് എനിക്ക് തന്ന പ്രോമിസാണിത്. അപ്പോൾ ഇനിയും മാതാവിൻ്റെ ഉടമ്പടി തന്നെ ഞാനും എൻ്റെ കുടുംബവും ഉറച്ചു നിൽക്കും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് 1000 നന്ദി. ഹെബ്രായർക്കുള്ള ലേഖനം 8:10 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്, എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, അതുമൂലം ഞാൻ പ്രമാണങ്ങൾ പഠിച്ചു എന്ന് 119 സങ്കീർത്തനം 119:71 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. 19 വയസ്സുള്ള ഈ മകളുടെ അനുഭവ സാക്ഷ്യം, തനിക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകണം, തൻ്റെ ബ്രദർ അവിടെയാണ്, അവിടെ തന്നെ പോയി തനിക്കും പഠിക്കണം, വിദേശ പഠനം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഈ മകൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. ചെയ്യുമ്പോൾ വന്ന റിജക്ഷൻ, അതായത് യൂണിവേഴ്സിറ്റിയിലെ നിയമങ്ങൾ തന്നെ മാറുന്നു, അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. 1 അല്ല 2 പ്രാവശ്യം റിജക്ഷൻ വന്നു, 3 പ്രാവശ്യം റിജക്ഷൻ വന്നു. അപ്പോൾ ഈ റിജക്ഷനൊക്കെ വന്ന് തൻ്റെ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ തനിക്ക് ഇനി നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നിനക്കിങ്ങനെയൊക്കെയല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളുമൊക്കെയുണ്ട്. എന്നാൽ നാം കേട്ടതുപോലെ തിരുവചനങ്ങളിൽ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് വിട്ടുപോയില്ല. അത് തൻ്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യാൻ ഈ മകള് തന്നെ ഒരുക്കി നിർത്തി എന്നുള്ളതാണ്. അങ്ങനെ പിന്നീട് തൻ്റെ ആ ഒരു സ്വപ്നം, അതായത് ഓസ്ട്രേലിയയിലേക്കുള്ള പോക്ക് പൂർണ്ണമായും പിന്നീട് പോവുകയാണ്. അപ്പോഴാണ് പ്രഭാഷകൻ 33:16 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് തരും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. കർത്താവിൻ്റെ പ്രീതി, കർത്താവിൻ്റെ കൃപ നേടുവാൻ പിന്നീട് ഈ മകൾ ചെയ്തത് തൻ്റെ ആത്മീയ ജീവിതം, അത് നീ എന്തൊക്കെ എന്നോട് ചെയ്താലും ഞാൻ നിന്നെ വിട്ടുപോകില്ല എന്ന് ഈശോയോടും അമ്മയോടും പറയുകയാണ്. അങ്ങനെ ഉറച്ചു നിന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ദേശത്തേക്ക് പോകണമെന്ന് നാം തന്നെ വിചാരിക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതികൾ എങ്ങനെ നമ്മെ മറ്റൊരു ദിശയിലേക്ക് തിരിച്ചുവിടുന്നു. USA പോകണമെന്ന് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം, ആ ഒരു സ്വപ്നം, അത് അമ്മ മാതാവ് അറിയുന്നതാണ്. അമ്മ മാതാവ് ആ സ്വപ്നത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ മകൾ പോകേണ്ട എന്ന് അമ്മ നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ തൻ്റെ US പോക്കും അവിടെ താൻ പഠിക്കുവാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ ക്ലിയർ ആകുന്നു. ലോണ് തങ്ങൾക്ക് ഫാമിലി ഫ്രണ്ടാണ്, എന്നാൽ ആരും അങ്ങനെയൊന്നും ചെയ്യാൻ തയ്യാറാകില്ല എന്ന് ഈ മകൾ തന്നെ പറഞ്ഞു. 5 സെൻറ്റ് സ്ഥലം ആ മകൻ ഈ മകൾക്ക് എഴുതി കൊടുക്കുകയാണ്, ലോൺ കിട്ടുന്നു. ഇതൊക്കെ നമ്മോട് പറയുന്നത് എന്താണ്? വാഗ്ദാന ഭൂമിയിലേക്കുള്ള ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവരുടെ മുൻപിൽ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തടസ്സങ്ങളില്ലാത്ത ഒരു ഉടമ്പടി ജീവിതമാണ് നാം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് നാം വെറുതെ ചിന്തിക്കുന്നത് മാത്രമാണ്. ഉടമ്പടി എടുത്തു പോകുമ്പോഴേ തടസ്സങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ നാം നമ്മെ തന്നെ ഒരുക്കണം.
എന്തുമാത്രം പ്രതിസന്ധികൾ വന്നാലും ഉടമ്പടി ജീവിതം കൈവിട്ട് കളയുമോ നാം എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ആ പ്രതിസന്ധികളിലൂടെ തന്നെ നടന്ന് ഈ മകള് ഇന്ന് സന്തോഷത്തോടെ ഇവിടെ വന്നെന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ മമ്മിയുടെ തടസ്സങ്ങളൊക്കെ നീങ്ങി മമ്മിയും എങ്ങനെ ഇറ്റലിക്ക് പോയി എന്നും അതുപോലെ തൻ്റെ ചേട്ടൻ്റെ കാര്യം, തൻ്റെ പപ്പയുടെ രോഗസൗഖ്യം, അങ്ങനെ ഒത്തിരിയേറെ കൃപകൾ തങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു. ഇനി ഒരിക്കലും ഞാൻ ഈ ഒരു ഉടമ്പടി ജീവിതത്തെ വിട്ടുപിരിയില്ല. അതുകൊണ്ടാണ് നാം പറയുക, ഇതൊരു പ്രാർത്ഥന ക്രമമാണ്, ജീവിത രീതിയാണ്, ചിട്ടയായ ഒരു ജീവിത രീതി. ഇത് നൊവേന പ്രാർത്ഥനകളല്ല. മറ്റൊരു കാര്യം കൂടി, പപ്പയും മമ്മിയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇന്ന് ഈ അൾത്താരയിൽ പറയുന്ന രണ്ടാമത്തെ സാക്ഷ്യമാണ്, എൻ്റെ അമ്മയും അപ്പനും ഉടമ്പടി എടുത്തു, അവരുടെ ജീവിതം കൂടി എന്നെ സ്പർശിച്ചു, അത് കണ്ടാണ് ഞാനും ഉടമ്പടി ജീവിതത്തിലേക്ക് വന്നത്. ഇതിനു മുമ്പും ഒരു മകൾ പറയുകയുണ്ടായി. അപ്പോൾ നാം നമ്മുടെ ഉടമ്പടി ജീവിതം എടുത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ മാത്രം ആകാതെ അവരെ കൂടി ഉടമ്പടി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളാകണം. അങ്ങനെയാണ് നാം നമ്മുടെ മക്കളെയും വിശ്വാസത്തിലേക്ക് നയിച്ച് കർത്താവിൻ്റെ കൃപകൾക്ക് പാത്രീഭൂതരാകേണ്ടത്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.